നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുത്തിക്കൊണ്ട് തുടങ്ങുന്ന സർക്കാർ ചെയ്ത തെറ്റുകൾ, അതായത് മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സർക്കാർ ചെയ്ത തെറ്റുകൾ തിരുത്തിക്കൊണ്ടുള്ള സർക്കാരിന്റെ ആരംഭം. അതിനായി ആദ്യ കയ്യടി നേടുമ്പോൾ കോരിച്ചൊഴിയുന്ന ഒരു മഴയുള്ള രാത്രിയെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. കോരിച്ചൊഴിയുന്ന മഴ CPM-ന്റെ ഗുണ്ടകൾക്ക് മാത്രം കയറിച്ചെല്ലാൻ പറ്റുന്ന മുടക്കോഴി മലയിലെ രഹസ്യ സങ്കേതം. അർദ്ധരാത്രിയിൽ കനത്ത ഇരുട്ടാണ്. ഇരുട്ടിൽ കാടിന്റെ മറവ് പറ്റി കരിയില പോലും അനങ്ങാതെ മലമുകളിലെ ഇടിഞ്ഞു പൊളിഞ്ഞ സങ്കേതം. ആ സങ്കേതം ലക്ഷ്യമാക്കി നീങ്ങുന്ന കുറേ കാൽപാദങ്ങൾ. അവർക്ക് മാത്രം മനസ്സിലാകുന്ന തരത്തിൽ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ നയിക്കുന്നത് ആജാനുബാഹുവായ ഒരാളും. നാടൻ തോക്കുകളും ബോംബുകളും ഉൾപ്പെടെ മാരകായുധങ്ങളുമായി ഇടഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ആ വീടിന് കാവൽ നിൽക്കുന്ന ഒരു കൂട്ടം കൊടും ക്രിമിനലുകളും. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ സംഭവബഹുലമായിരുന്നു ആ രാവ്. പറഞ്ഞു വരുന്നത് ഒരു സിനിമാ കഥയല്ല. സിനിമാ കഥയെ പോലും വെല്ലുന്ന, അല്ലെങ്കിൽ പല സിനിമകളും ഇതിൽ നിന്നും അടർത്തിയെടുത്ത ആ യഥാർത്ഥ സംഭവം. കാവൽ നിന്ന ഗുണ്ടകളിൽ ഒരാൾ തണുപ്പ് കാരണം തീപ്പെട്ടി ഉരച്ച് ദിനേശ് ബീഡി കത്തിച്ചപ്പോൾ കൺമുമ്പിൽ അരണ്ട വെട്ടത്തിൽ തെളിഞ്ഞു വന്ന ആ മുഖമാണ് ഈ ചിത്രം. CPM-ന്റെ പേടി സ്വപ്നമായിരുന്ന അന്നത്തെ DYSP ഷൗക്കത്ത് അലി. മുടക്കോഴി മലയിൽ നിന്നും കൊടിസുനി അടക്കമുള്ള കൊടും തീവ്രവാദികളെ കോഴിക്കുഞ്ഞുങ്ങളെ തൂക്കുന്നത് പോലെ തൂക്കിയെടുത്ത മലയിറങ്ങിയ കരുത്തനായ പോലീസുകാരൻ. പാർട്ടി ഗുണ്ടകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വന്ന പാർട്ടി കുടുംബത്തിലെ സ്ത്രീ വരെ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന അതിക്രൂര പ്രവർത്തികൾ പോലും പുറം ലോകം അറിഞ്ഞത് ഷൗക്കത്ത് അലി ആ മല കയറിയതിന് ശേഷമാണ്. അന്ന് ഒരു കൂട്ടം പോലീസുകാരെയും കൊണ്ട് മലമുകളിലേക്ക് നടന്നു കയറിയ ധീരനായകൻ കഴിഞ്ഞ 10 കൊല്ലവും വനവാസത്തിൽ ആയിരുന്നു. ഇപ്പോൾ കേരള പോലീസിലെ സൂപ്പർ ഹീറോയുടെ പട്ടാഭിഷേകം നടന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടല്ലോ, നോക്കുമല്ലോ എന്ന ധൈര്യത്തിൽ കോൺഗ്രസുകാരുടെ തല തള്ളിപ്പൊളിച്ച ഗൺമാൻമാരുടെ കേസ് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തരമന്ത്രി പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചപ്പോൾ കണ്ട ആ കാഴ്ച. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനായി രാജകീയ തിരിച്ചുവരവ് നടത്തുന്ന കേരള പോലീസിന്റെ അഭിമാനം SP AP ഷൗക്കത്ത് അലി. ഗൺമാനെയും ടീമിനെയും തൂക്കുമെന്ന പ്രതീക്ഷ അത് അങ്ങനെ തന്നെയാണ്. TP കേസ് അന്വേഷിച്ച് എല്ലാത്തിനെയും പൊക്കിയ ഓഫീസർ, മികച്ച പോലീസ് ഓഫീസർ. അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയവരെ ഒന്ന് നന്നായി രക്ഷാപ്രവർത്തനം നടത്തണം സാർ. ഇതുപോലെ നവീൻ ബാബു സാറിന്റെ കേസ് കൂടി അന്വേഷിച്ചാൽ നന്നായിരിക്കും. കണക്കുകൾ തീർക്കാൻ ഇയാൾക്കും അവസരം കിട്ടി. TP കേസിന്റെ പേരിൽ ഇയാളും ക്രൂശിക്കപ്പെട്ട് കിടപ്പായിരുന്നു. CP ചന്ദ്രശേഖരൻ വധത്തിലെ മുഴുവൻ പ്രതികളെയും പാർട്ടി ഓഫീസുകളിലും പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും പാറമരകളിൽ കയറി ഒളിപ്പിച്ചിരുന്ന എല്ലാ നരാധമന്മാരെയും ഓടിച്ചിട്ട് പിടിച്ച പുലിക്കുട്ടി SP ഷൗക്കത്ത് അലി. വെൽക്കം ബാക്ക് ടു കേരള പോലീസ് എന്നാണ് പറയുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ആൾക്കൊരുപോലെ തന്നെയാണ്. ബിഗ് സല്യൂട്ട്. കൊടിസുനിയെ പൂട്ടിയ പുലിക്കുട്ടി, കണ്ടറിയണം സഖാക്കളെ നിങ്ങളുടെ അവസ്ഥ. അടിപൊളി. മുടക്കോഴി മലയിൽ തലശ്ശേരി കോർട്ടിലെ പെർഫോമൻസ് മറക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ കുറേ പേരുടെ മുട്ട് വിയർക്കുന്നുണ്ടാകാം. കാരണം ഒരു വിട്ടുവീഴ്ചയ്ക്കും നിൽക്കാത്ത ഒരു ഓഫീസർ ഷൗക്കത്ത് അലി അന്വേഷിക്കുന്നു എന്നറിയുമ്പോൾ തന്നെ ആ ജീവനം കൊണ്ട് ഓടിയിട്ടുണ്ടാവും. സത്യസന്ധമായി ആരായാലും അന്വേഷിക്കട്ടെ. പിണറായി വിജയൻ സർക്കാർ ഒതുക്കി മൂലയ്ക്ക് വെച്ചിരുന്ന ഓഫീസർ കൊടിസുനിയെ പൂട്ടിയ ആ പൂട്ട്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനനെ TP വധക്കേസിൽ നടുറോഡിൽ വണ്ടി തടഞ്ഞു അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ധൈര്യം, അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അടിപൊളി. വളരെയധികം നല്ല തീരുമാനം. CPIM ഏറ്റവും പേടിയും ദേഷ്യവുമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷൗക്കത്ത് അലി. ഇനി കളി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുടക്കോഴി മലയിൽ കയറി ചെന്ന് TP കേസ് പ്രതികളെ മുഴുവൻ തൂക്കിയ നമ്മുടെ ഹീറോയാണടാ, പുലിക്കുട്ടിയാണടാ എന്നാണ് പറയുന്നത്. തീർച്ചയായും ആ പുലിക്കുട്ടി വരുമ്പോൾ കേരള പോലീസിൽ ആവേശഭരിതം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിലവിലെ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ആ അന്വേഷണ സംഘത്തിലാണ് SP ഷൗക്കത്ത് അലിയാണ് അന്വേഷിക്കുന്നത്. SP ഷൗക്കത്ത് അലി അന്വേഷിക്കും. 15 ദിവസത്തിനകം റിപ്പോർട്ടും നൽകുമെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് വരുന്നത്. തീർച്ചയായിട്ടും ഷൗക്കത്ത് അലി എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ഷൗക്കത്ത് അലിയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഷൗക്കത്ത് അലി വരട്ടെ. ആവേശഭരിതമായ നിമിഷങ്ങൾക്ക് നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹം വരുമ്പോൾ വീറും വാശിയും ഒന്നുകൂടെ കൂടുമെന്ന കാര്യത്തിലും സംശയമില്ല. ഭരണമാറ്റത്തിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിലെ വകുപ്പ് വിഭജനവും പൂർത്തിയായതോടുകൂടിയാണ് ഇതു സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങിയത്. സെക്രട്ടേറിയറ്റ് വൃത്തങ്ങൾ നൽകുന്ന വിവരം തന്നെയാണിത്.
മുൻപ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കടുത്ത അവഗണന നേരിടുകയും അപ്രധാന തസ്തികകളിലേക്ക് ഒതുക്കപ്പെടുകയും ചെയ്ത സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ തിരികെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗം കൂടിയാണ് ഈ നീക്കം. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കോ ഭീഷണികൾക്കോ വഴങ്ങാത്ത ഉദ്യോഗസ്ഥനെന്ന പ്രതിച്ഛായയുള്ള ഷൗക്കത്ത് അലിയെ തന്നെ ഈ കേസിന്റെ ചുമതല ഏൽപ്പിക്കുന്നതിലൂടെ കഴിഞ്ഞ ഭരണകാലത്ത് നിയമം കയ്യിലെടുത്ത പോലീസുകാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന ശക്തമായ മുന്നറിയിപ്പ് പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകുന്നുണ്ട്. കേസ് അതിവേഗം അന്വേഷിച്ച് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും പ്രതികളായ പോലീസുകാരെ ഉടൻ സസ്പെൻഡ് ചെയ്യാനും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ആ നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഈ വാർത്തകൾ. ഈ കേസിലേക്ക് ഷൗക്കത്ത് അലി എന്ന കരുത്തനായ ഉദ്യോഗസ്ഥൻ കടന്നുവരുന്നതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും ആ രാഷ്ട്രീയ പശ്ചാത്തലമാണ് CPM-നെ വിറപ്പിച്ച ആ രാത്രിയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇദ്ദേഹം വരുമ്പോൾ കൂടുതൽ പ്രതീക്ഷയുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. 2023 ഡിസംബർ 15-നാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. നവകേരള സദസ്സിന്റെ ഭാഗമായി ആലപ്പുഴയിലെത്തിയ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ അനിൽകുമാറും സന്ദീപും ചേർന്ന് വാഹനത്തിൽ നിന്നിറങ്ങി ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഉപയോഗിച്ച യുവാക്കളുടെ തലയടക്കം മർദ്ദിച്ച ഈ ദാരുണമായ സംഭവം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി ന്യായീകരിക്കുകയാണ്. അന്ന് ചെയ്തത് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഗൺമാൻമാർ നടത്തിയ രക്ഷാപ്രവർത്തനമെന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ പരസ്യമായ ഭരണകൂട പിന്തുണയാണ് പോലീസുകാർക്ക് അന്ന് നിയമത്തിൽ നിന്ന് സംരക്ഷണം നൽകിയത്. എന്നാൽ കാലം മാറി മറിഞ്ഞപ്പോൾ അന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ ക്രൂരമായ മർദ്ദനമേറ്റ് ചോരയൊലിപ്പിച്ച് നിന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് A.D. തോമസ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടുകൂടി ജനപ്രതിനിധിയായി നിയമസഭയിൽ എത്തിക്കഴിഞ്ഞു. മർദ്ദിച്ചവർക്ക് മുൻ സർക്കാർ പ്രമോഷൻ നൽകി ആദരിച്ചപ്പോൾ മർദ്ദനമേറ്റ ഇരയെ ജനങ്ങൾ നിയമസഭയിലേക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടു എന്നത് വലിയൊരു രാഷ്ട്രീയ കാവ്യനീതിയായി തന്നെ മാറി. അതുകൊണ്ട് തന്നെ സ്വന്തം സഹപ്രവർത്തകരെ തെരുവിൽ തല്ലിച്ചതച്ച പോലീസുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് പുതിയ ഭരണപക്ഷത്തിന് ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. ഇതിനുള്ള ആദ്യപടിയായാണ് ഇപ്പോൾ അതിവേഗത്തിലുള്ള പുനരന്വേഷണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ കേസ് അട്ടിമറിക്കാൻ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വൻ കള്ളക്കളിയാണ് നടന്നത്. കേസ് അന്വേഷിച്ച ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം പ്രതികളായ ഗൺമാൻമാർക്ക് അനുകൂലമായ സംഭവത്തിൽ യാതൊരു തെളിവുമില്ല എന്ന് കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി ക്ലീൻ ചീറ്റ് നൽകുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങളിൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായി ഉണ്ടായിരുന്നിട്ടും ബോധപൂർവ്വം മർദ്ദന ദൃശ്യങ്ങൾ ഇല്ലാത്ത പോലീസ് ഫോട്ടോഗ്രാഫർ എടുത്ത ചില ചിത്രങ്ങളും വീഡിയോകളും മാത്രമാണ് ക്രൈംബ്രാഞ്ച് അന്ന് കോടതിയിൽ ഹാജരാക്കിയത്. ഭരണകൂടത്തിന്റെ ഒത്താശയോടെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഈ നീക്കം പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ വലിയൊരു കറുത്ത പാടായി അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ ഈ വ്യാജ റിപ്പോർട്ട് കോടതിയിൽ അധികകാലം വില പോവില്ല. പരാതിക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാധ്യമങ്ങളിൽ വന്ന മർദ്ദനത്തിന്റെ യാഥാർത്ഥ്യവും യഥാർത്ഥ ദൃശ്യങ്ങളും വ്യക്തമായും ശേഖരിച്ച് നേരിട്ട് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ചാനൽ ദൃശ്യങ്ങൾ പരിശോധിച്ച കോടതിക്ക് ക്രൈംബ്രാഞ്ചിന്റെ കള്ളക്കളി പൂർണ്ണമായും ബോധ്യപ്പെടുകയും ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി കേസിൽ പുനരന്വേഷണത്തിന് കർശന ഉത്തരവിടുകയും ചെയ്തു. കോടതി ഉത്തരവിട്ടതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഇടത് സർക്കാർ തങ്ങളുടെ പ്രിയപ്പെട്ട പോലീസുകാരെ സംരക്ഷിക്കുന്നതിനായി ഈ ഉത്തരവിന്മേൽ തുടർ നടപടികളൊന്നും സ്വീകരിക്കാതെ ഫയലുകൾ പൂഴ്ത്തിവെക്കുകയായിരുന്നു. പുതിയ സാഹചര്യത്തിൽ ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വരുന്നത് കേവലം 2 ഗൺമാൻമാർക്ക് മാത്രം പണി കൊടുക്കാനല്ല, മറിച്ച് ദൃശ്യങ്ങൾ ഒളിപ്പിച്ച് പ്രതികൾക്ക് ക്ലീൻ ചീറ്റ് നൽകാൻ വേണ്ടി വ്യാജ റിപ്പോർട്ട് ചമച്ച ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെയും പുതിയ സംഘം പ്രതിക്കൂട്ടിലാക്കും. നിയമം നടപ്പാക്കേണ്ടവർ തന്നെ പ്രതികളെ രക്ഷിക്കാൻ കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയത് ഗുരുതരമായ കുറ്റകൃത്യമായാണ് പുതിയ ആഭ്യന്തര വകുപ്പ് കാണുന്നത്.